1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂരിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരാൻ ടൂറിസം കോൺക്ലേവ് നടത്തും. നിലമ്പൂർ മേഖലയിലെ ടൂറിസം വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പരിപാടികളുടെ ഭാഗമായുള്ള പ്രാരംഭ യോഗം മമ്പാട് ടാണയിലെ ടീക്ക് ടൗൺ റിസോർട്ടിൽ വെച്ച് നടന്നു. ഫ്ലവർ ഷോ, മറൈൻ അക്വേറിയം, എക്സ്പോ, സാംസ്കാരിക സംഗമം, ആദിവാസി കലാസംഗമം, കാർണിവൽ, ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ പരിപാടികളോടെയാണ് ടൂറിസം കോൺക്ലേവ് നടക്കുക. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ടൂറിസം രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുക്കും. യോഗത്തിൽ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ പുതിയ ചെയർമാനായി PV അബ്ദുൽ വഹാബ് MP ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. JK മാറാട്ടുകുളം അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി V ഉമർ കോയ ടൂറിസം ഫെസ്റ്റിവൽ ആൻഡ് കോൺക്ലേവ് പദ്ധതി വിശദീകരിച്ചു. പരിപാടിയുടെ വിജയത്തിനായി വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി. സബ് കമ്മിറ്റികളുടെ ചെയർമാൻ, കൺവീനർ എന്നിവരായി വിനോദ് P മേനോൻ, KP ജിനീഷ് ബാബു, ഷാനവാസ്, PK ഹുസൈൻ, T ഉസ്മാൻ, അൻവർ തെക്കോടൻ, CK രവിവർമ്മ, ഷാജി കല്ലായി, PV സനൽകുമാർ, MK കടവത്ത്, രാമകൃഷ്ണൻ, ആഷിഖ് റഹ്മാൻ, ജാഫർ പുലിയോടൻ, ഷിഹാബ് അലൈവ്, MT നിലമ്പൂർ, KRC നിലമ്പൂർ എന്നിവരെ തെരഞ്ഞെടുത്തു. നിലമ്പൂരിനെ ഒരു ലോകോത്തര ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു കോൺക്ലേവ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഈ ഒരു കോൺക്ലേവോടുകൂടി നിലമ്പൂരിനെ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാനാണ് സംഘാടക സമിതി ഉദ്ദേശിക്കുന്നത്. Mr. Abdul Wahab will be the chief patron of the conclave, and he would be spending most of his time for the success of this program. We are expecting to hold a massive meeting so that whole of Kerala will know that Nilambur is a tourism destination, unlike just Cochin and Trivandrum. The intention is to bring tourists to north of Kerala. നിലമ്പൂർ ടൂറിസം മേഖലയെ ഒരു അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന ഒരു ടൂറിസം കോൺക്ലേവിൻ്റെ ഒരു വിജയത്തിനായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആണ് ഇന്ന് ചേർന്നിട്ടുള്ളത്. ആ മീറ്റിങ്ങിൽ വെച്ച് ഈ കോൺക്ലേവിൻ്റെ പ്രചരണത്തിനായി, പബ്ലിസിറ്റിക്കായി ഒരുപാട് ഇവൻസുകളും പ്രോഗ്രാമുകളും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാമുകൾ ഓരോന്നും വിജയിപ്പിക്കുന്നതിനായി സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആ സബ് കമ്മിറ്റികൾ വേറിട്ട് ചർച്ചകൾ നടത്തുകയും അവർ വിപുലമായ രീതിയിൽ ഓരോ ഇവൻസും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അടുത്ത ഏപ്രിൽ മാസത്തിൽ നമ്മുടെ ബഹുമാനിയായ MP പ്രിയങ്ക ഗാന്ധി, അതുപോലെ തന്നെ കേന്ദ്ര മിനിസ്റ്റർ സുരേഷ് ഗോപി, കേരള മിനിസ്റ്റർ റിയാസ് മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ നമ്മുടെ MP മാർ, MLA മാർ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. ആ കോൺക്ലേവോടുകൂടി നിലമ്പൂർ ടൂറിസം മേഖലയിൽ അടയാളപ്പെടുത്തുകയും അറിയപ്പെടുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഉയർത്താനാണ് തീരുമാനം. അതിനുവേണ്ടി എല്ലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് മീറ്റിംഗ് ചേർന്നിട്ടുള്ളത്. എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിന്റെ വിജയത്തിനായി പ്രവർത്തിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. യോഗത്തിൽ മുജീബ് ദേവശ്ശേരി, സന്തോഷ് ക്രിസ്റ്റി, U നരേന്ദ്രൻ, സമദ് മമ്പാട്, ജാബിർ പുളിയത്ത്, ഗർവാസിസ്, EK സജീർ, ഫിലിപ്പ് നൈനാൻ, ആൻഡ്രൂസ് മാത്യു, ഖാലിദ് റഹ്മാൻ, ഷെരീഫ് നിലമ്പൂർ, നാലകത്ത് ഹൈദരലി, ഗഫൂർ തോണിക്കടവൻ, ദിവിൻ കുര്യാക്കോസ്, നാലകത്ത് വീരാൻകുട്ടി, ജനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.